ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൽ കസ്റ്റർഡ് പൗഡർ കൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം തയ്യാറാക്കാം. കസ്റ്റർഡ് പൗഡർ വരെ നമ്മുടെ ഹോം മെയ്ഡാണ്. സോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കസ്റ്റർഡ് പൗഡർ ഹോം മെയ്ഡ് ഐസ്ക്രീം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു ഈസി റെസിപ്പി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് നമുക്ക് ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ബൗളിലോട്ട് എടുത്ത് വെച്ച പാല് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാല് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാലിലോട്ട് നമുക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടലി 1 ലിറ്റർ പാല് 4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് 4 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കട്ട ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആ കട്ട ഇല്ലാണ്ട് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഞാനിവിടെ 5-10 കാഷ്യൂനട്ടും 5-10 ബദാമും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അത് നോക്കിക്കോളൂ, നന്നായിട്ട് ക്രഷായി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ബോയിൽ ആയതിനു ശേഷം നമ്മൾ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കൈ തോരാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് തിക്ക് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ബോയിൽ ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ടാക്കി ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ ഈ ഒരു മിൽക്കിൻ്റെ നമ്മുടെ ഈ ഒരു മിക്സി ജാറിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സി ജാറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് ആ ഒരു പാത്രം നമുക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഒരു ടിഫിൻ ബോക്സിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 to 6 മണിക്കൂർ നമുക്ക് ഫ്രീസറിലോട്ട് ആക്കി വെക്കാം കേട്ടോ. ഓരോ ഫ്രിഡ്ജിൻ്റെ കൂളിങ്ങിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് സെറ്റ് ആവുന്ന വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് കാണാം കേട്ടോ. 6 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. 2 ബൗളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ ബഹളമാണ്. അപ്പോൾ ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്ന് എടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബൗളിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കസ്റ്റർഡ് ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.